ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് കുക്കിംഗ് ടൈം വിത്ത് ബിസ്മില്ല കുക്ക് വിത്ത് ലവ്. എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കി തരണേ. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബിസ്മില്ല കുക്ക് വിത്ത് ലവ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. ഇഡലിക്കൊപ്പവും ആപ്പത്തിനൊപ്പവും ദോശയ്ക്കും എല്ലാം കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നിയാണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തോലെല്ലാം മാറ്റി നന്നായിട്ട് കഴുകി ഇതുപോലെ നൈസായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. 3 തക്കാളിയാണ് ഇതിലേക്കായിട്ട് വേണ്ടത്. ഇതും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി അല്ലി, 3 വറ്റൽമുളക്, ഇത്രയുമാണ് വേണ്ടത്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 4 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വറ്റൽമുളകും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇത് ഒരുവിധം മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സവാള ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂപ്പിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് പൊടി ചേർക്കാം. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരു അരമണിക്കൂറോളം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ലിക്കും ദോശയ്ക്കും അപ്പത്തിനൊക്കെ കോമ്പിനേഷനായി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നിയാണിത്. എന്തായാലും മസ്റ്റ് ട്രൈ റെസിപ്പി എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ താങ്ക് യു ഓൾ.